നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് 2 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മെയ് 1-ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ, ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോവുകയും അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു വി.ഡി. സതീശനോട്. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യം എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. നേരെ മറിച്ച് പിണറായി വിജയനോ എം.വി. ഗോവിന്ദൻ മാസ്റ്ററോ മറ്റോ ആണ് ഇത്തരമൊരു യാത്ര നടത്തിയത് എങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ എത്രയോ ദിവസം വാർത്തകൾ നിറഞ്ഞേനെ, എത്രയോ അന്തിച്ചർച്ചകൾ നമ്മൾ കണ്ടേനെ. പക്ഷേ പോയത് വി.ഡി. സതീശനാണ്, ചാർട്ടേഡ് വിമാനത്തിലാണ് പോയത്. കൂടെ ഉണ്ടായിരുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ, ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ SIT ചോദ്യം ചെയ്ത വ്യക്തിയാണ്. എല്ലാ മാധ്യമങ്ങൾ മൂടിവെച്ചു. ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല. പക്ഷേ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തിനാണ് വി.ഡി. സതീശൻ അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനെ കണ്ടത്, ചർച്ച നടത്തിയത്? അതിൻ്റെ ഉത്തരം എവിടെയും പോകേണ്ട ബജറ്റ് പ്രസംഗത്തിലുണ്ട്. ബജറ്റ് പ്രസംഗത്തിൽ വളരെ കാര്യമായി പറയുന്ന ഒരു വിഷയം, സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആൻഡ് റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ എന്ന ഹെഡിങ് തന്നെ പറയുകയാണ്. ലോകോത്തരമായ വിഴിഞ്ഞത്തെ ആഴക്കടൽ തുറമുഖം, തീരദേശത്തെ നിർണായക ധാതുസമ്പത്ത്, അപൂർവ ധാതുക്കളുടെ നിക്ഷേപങ്ങൾ, ബഹിരാകാശ സാങ്കേതിക സ്ഥാപനങ്ങൾ, സമാനതകളില്ലാത്ത സാധ്യതകളുള്ള ഒരു ബ്ലൂ ഇക്കോണമി എന്നിങ്ങനെ സവിശേഷ ഘടകങ്ങൾ ഒത്തുചേരുന്ന തെക്കൻ ജില്ലകളാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും. ഈ 3 ജില്ലകളെയും തന്ത്രപരമായ ദേശീയ പ്രാധാന്യമുള്ള ഒരു ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കും എന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കേന്ദ്ര ബജറ്റിൽ കഴിഞ്ഞ തവണ നിർമ്മലാ സീതാരാമൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് മറ്റൊന്നുമല്ല, ഒഡീഷ, ആന്ധ്ര, കേരള തീരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് റയർ എർത്ത് കോറിഡോർ, റയർ എർത്ത് ഇടനാഴി സൃഷ്ടിക്കും എന്നാണ്. ഇതാ അതിൻ്റെ കേരള പതിപ്പ്. എന്താണോ കേന്ദ്ര സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്, അതേ സാധനം മറ്റൊരു രൂപത്തിൽ കേരളത്തിലും പ്രഖ്യാപിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? അദാനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് സംശയമേയില്ല. ധാതു സമ്പത്ത്, നമ്മുടെ ആലപ്പുഴ മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശത്തുള്ള കരിമണലാണ് ലക്ഷ്യം. ആ ധാതു സമ്പത്താണ് ലക്ഷ്യം. സ്വർണത്തേക്കാൾ വിലയുള്ള ഈ ധാതു സമ്പത്ത് മുഴുവൻ അദാനിക്ക് തീരെഴുതാൻ പോകുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യവും കൂടിയുണ്ട്, മറച്ചു പിടിക്കാത്ത അതാണ് സംഭവിക്കാൻ പോകുന്നത്. അദാനിക്ക് വേണ്ടിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. അതുമാത്രമല്ല, BJP സർക്കാരിൻ്റെ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നു. അതേപടി കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. പക്ഷെ നയങ്ങൾ BJPയുടെ. ആരാണ് ഉത്തരവാദി? വി.ഡി. സതീശനാണോ? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ഇതേക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത്? അദാനിക്കെതിരെ വാതോരാതെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പക്ഷേ ഒന്നും മിണ്ടുന്നില്ല. ഇവിടെയും നിർത്തുന്നില്ല. മറ്റൊരു പ്രഖ്യാപനവും കൂടിയുണ്ട്. അതും അദാനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന ചർച്ചകൾ ഇതിനകം തന്നെ ഉയർന്നു വന്നു. മറ്റൊന്നുമല്ല, മിഷൻ സമുദ്ര. എന്താണ്? കേരളത്തിൻ്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. ആരാണ് അതിൻ്റെ ഗുണഭോക്താവ്? ആരായിരിക്കും? അദാനി തന്നെയാണ്. എന്ന് വെച്ചാൽ അദാനിക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കുന്ന പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൂർണ്ണമായും അദാനിവൽക്കരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. അവിടെയും നിർത്തിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയുണ്ട്, ഏവിയേഷൻ ഹബ്ബ്. മറന്നു പോകരുത്, ഏവിയേഷൻ ഹബ്ബ്. തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പോൾ തന്നെ അദാനിയുടെ കയ്യിലാണ്. അവിടെ നിന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത് അദാനി.
വർദ്ധിച്ചു വരുന്ന വ്യോമയാന ആവശ്യകത, കയറ്റുമതി, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകൾ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും കേന്ദ്രീകരിച്ച് കേരളത്തെ ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? 200 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 200 കോടി രൂപ കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു 20,000 കോടിയെങ്കിലും വേണ്ടിവരും. ആര് ആ പണം മുടക്കും? എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിലെ കേരളത്തിൻ്റെ അഭിമാനമായ സിയാൽ അന്താരാഷ്ട്ര വിമാനത്താവളം, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം, അതും കൂടി അദാനിക്ക് പോകുമോ എന്ന ആശങ്ക ഉയർന്നു വരേണ്ട സമയമാണ്. വളരെ ജാഗ്രതയോടെ കേരളം തല ഉയർത്തി നിന്നില്ലെങ്കിൽ കേരളം മുഴുവൻ അദാനിക്ക് തീറെഴുതും എന്ന കാര്യം സംശയമില്ല. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ഈ ബജറ്റ് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും.